എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. സൺഡേക്കല്ലേ, നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ഫ്രീ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്കറിയണം ഇന്നത്തെ ദിവസം അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ മനസ്സിലിപ്പോൾ എന്ന് നോക്കാം. 2 പൈലായിട്ട് തന്നെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഡീറ്റെയിൽഡായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഇത് പൈൽ 1, പൈൽ 2. ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ചൂസ് ചെയ്തോളാം കേട്ടോ. 2ലും തന്നെ ഷഫിൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് തോട്ട്സ് നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ഇന്ന്? ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി ഇതുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത് കേട്ടോ. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വേറെന്താണ്? അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, റീഡിങ് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ആ ഒരു ന്യൂട്രലായിട്ട് മാത്രം എടുക്കുക കേട്ടോ. ഓവറായിട്ട് ഹാപ്പി ആവുകയോ ഓവറായിട്ട് സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത്. ഓക്കെ ഓക്കെ, തുടങ്ങാം നമുക്ക്. Divine, please guide. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ മനസ്സിൽ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്നൊന്ന് പറഞ്ഞു തരൂ. ഡെക്ക് നമ്പർ 1 ഡിവൈൻ. ഈ ഡെക്ക് ചൂസ് ചെയ്തവരുടെ പേഴ്സൺ ഈ നിമിഷം അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ ചിന്തകളിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്ത് നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരൂ. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. എടുക്കാനേ. ടെമ്പറൻസ്, ഓക്കെ, ഗുഡ്. ദ മൂൺ, 9 of Wands, എന്ത് പറ്റി? സൺ, Queen of Pentacles, Page of Cups, 3 of Cups, 2 of Swords, Wheel of Fortune, 3 of Wands, King of Cups, 10 of Pentacles, and the World. ടെമ്പറൻസ് വെച്ചിട്ട് അവർ ഒരു ഹീലിങ്ങിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുന്നു കേട്ടോ. കുറച്ച് സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്നതായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തണം എന്നുള്ള രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ബാലൻസ് ചെയ്ത് നിങ്ങളുമായിട്ടൊരു നല്ല റിലേഷൻ തുടരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. മൂൺ വെച്ചിട്ട് അവർ ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം തടസ്സങ്ങൾ അവിടെ കാണുന്നുണ്ട്. 9 of Wands തൊട്ടടുത്ത കാർഡായതുകൊണ്ട് തടസ്സങ്ങൾ അവിടെ കാണുന്നുണ്ട്. തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ ആ തടസ്സങ്ങൾ മാറി ഒരു ബാലൻസിൽ എത്തണം എന്ന് അവർ ചിന്തിച്ചത്. പക്ഷെ അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഇവർ ഈ തടസ്സങ്ങളൊക്കെ മാറ്റി ഒരു പോംവഴിയൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളുടെ അടുത്ത് വരുമ്പോഴേക്കും നിങ്ങൾ മനസ്സുമെടുത്തിട്ട് അവരെ വിട്ടു പോകുമോ എന്നുള്ള ഭയം നല്ലപോലെ തന്നെ അവർക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പേടിയുണ്ട്, ഒരു സങ്കടമുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ വിഷമവും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. 9 of Wands വെച്ച് ഉറക്കമില്ല, സ്ട്രെസ് ഉണ്ട്, ഓവർ തിങ്കിങ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, രാത്രി ഒന്നും ഉറങ്ങുന്നില്ല എന്നൊരു ഇത് തന്നെയാണ്. എന്നിട്ടിരുന്ന് ചിന്തിക്കുക തന്നെയാണ് കേട്ടോ. ഇത് ലേറ്റ് നൈറ്റ് തോട്ട്സ് അല്ല, ഇത് നിങ്ങൾ കാണുന്ന സമയത്തുള്ള നിങ്ങളെ പറ്റിയുള്ള ചിന്തയാണ്. ഓക്കെ, ഉറക്കമൊന്നും ഇല്ല എന്ന് തന്നെയാണ്. ഇത് എപ്പോൾ ഇനി ഉറങ്ങാൻ സാധിക്കും? ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടും മാത്രമേ അവർക്കൊരു റെസ്റ്റ് ഉള്ളൂ എന്നൊരു രീതിയാണ് അവിടെ. സൺ വെച്ചിട്ട് നിങ്ങൾ ലൈഫിൽ വന്നതിന് ശേഷം ഉണ്ടായ നല്ല കാര്യങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടായിരുന്നു. എത്ര നല്ലതായിരുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്ന് അവർ, എത്ര പോസിറ്റിവിറ്റി ആയിരുന്നു അവർക്ക് ഫീൽ ചെയ്തിരുന്നത് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്ന് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടായിരുന്നു. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് പലർക്കും ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ
എന്താ പറയുക, ജോലിയെക്കുറിച്ചും അവർ ആലോചിക്കുന്നുണ്ട്. അവർക്ക് സേവിങ്സിനെ പറ്റി ബോധേഡാണ് അവർ. സേവിങ്സിനെ പറ്റിയിട്ട് വളരെയധികം ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഈസ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഹിയർ? സ്ട്രെങ്ത് അത് തന്നെയാണ്. ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം കാര്യങ്ങൾ വളരെ ക്ഷമയോടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കാരണം സേവിങ്സിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യണം, കരിയറിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യണം, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ കാണുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ തൽക്കാലം കുറച്ച് ക്ഷമയോടെ മാത്രം കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എന്നും ഇതും ഒരു തടസ്സമായിട്ട് അവിടെ വരും അല്ലേ, ചുറ്റും ഒരു തടസ്സമായിട്ടാണ് കാണുന്നത്. ഈ തടസ്സങ്ങളെല്ലാം തന്നെ അവരെ ബോധർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് വെച്ച് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം എന്നൊക്കെ അവർ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിത് കാണുന്ന സമയത്ത് പലർക്കും ഒരു കോൾ മെസ്സേജ് എല്ലാം വരാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മെസ്സേജസ് ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ അവിടെയെല്ലാം ഇവരുടെ ശ്രദ്ധ പതിയുന്നുണ്ട് കേട്ടോ. 3 ഓഫ് കപ്സ് വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലർക്കെങ്കിലും ഉണ്ട്. നിങ്ങൾ ഇന്ന് ഒരു പക്ഷേ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ വെച്ച് തമ്മിൽ കണ്ടിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, കാരണം ഒരു ഹാപ്പി ആയിട്ട് ഉള്ള ഒരു പിക്ചറാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. പല ഡെക്കിൽ പലതരം പിക്ചേഴ്സാണ്, പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കിൽ ഇപ്പോൾ എനിക്ക് കണക്റ്റ് ആവുന്നത് കുറച്ച് ഹാപ്പി ആയിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. സംസാരിച്ചോന്നറിയില്ല, സംസാരിച്ചിരിക്കാനും സാധ്യതയുണ്ട്. കാരണം പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയും അവിടെ വരുന്നുണ്ട്. പക്ഷേ ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. വളരെ കാഷ്വലായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാണും. 2 ഓഫ് സോർട്സിൻ്റെ എനർജി വരുന്നതുകൊണ്ട് അവിടെ ഒരു ജഗ്ലിങ്, സംസാരിക്കണോ വേണ്ടയോ, എന്ത് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തടസ്സം അവിടെ കാണുന്നുണ്ട്. കണ്ടിട്ടുണ്ട്, സംസാരിച്ചും കാണും, പക്ഷെ തുറന്ന് സംസാരിച്ചു കാണില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സംസാരം അവിടെ നടന്നു കാണില്ല. വളരെ കാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് പോയി കാണും. കാരണം നിങ്ങൾക്ക് ചുറ്റും മറ്റാൾക്കാരുണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. അവർക്ക് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മെസ്സേജ് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ച് ഇവർ ഉറച്ച് ചിന്തിക്കുന്നു. ഈ കണ്ടതിനെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തോട്ട്സാണ് നോക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ആ സിറ്റുവേഷനെ കുറിച്ച് അവർ വീണ്ടും ചിന്തിക്കുകയാണ്. നിങ്ങളിന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്, സംസാരിക്കാൻ സാധിച്ചില്ല, ആ ഒരു തടസ്സത്തിനെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കും ഇവർ മെസ്സേജ് അയക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചിട്ട് ഈ സിറ്റുവേഷൻ തടസ്സം എന്ത് തന്നെ ആയാലും അത് മാറി വരും എന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. അതിനുവേണ്ടി ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. 3 ഓഫ് വാൻഡ്സ് വെച്ചൊരു പ്ലാനിങ്ങിൻ്റെയും കൂടെ കാർഡാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. 2 കാർഡ്സ്, 3 ഓഫ് കപ്സും 3 ഓഫ് വാൻഡ്സും തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്ന കാർഡ്സ് തന്നെയാണ്. പക്ഷെ അതൊരു പ്ലാനിങ്ങിൻ്റെയും കൂടി കാർഡാണ്. ഓക്കെ, ഈ സിറ്റുവേഷൻ എങ്ങനെ ഒരു ബാലൻസിൽ എത്തിക്കാം, എങ്ങനെ ഈ തടസ്സങ്ങൾ തരണം ചെയ്യാം എന്നൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ പോസിറ്റീവായിട്ട് വിചാരിക്കുന്നു. ഈ സിറ്റുവേഷൻ മാറി വരും, എല്ലാം നല്ലതിലേക്ക് വരും എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ച് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. തടസ്സങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്ന് കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ തോട്ട്സ് ആണ് കേട്ടോ. കാരണം 2 ഓഫ് സോർട്സ്, 3 ഓഫ് കപ്സ്, 3 ഓഫ് വാൻഡ്സ് എല്ലാം തന്നെ നമുക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കാണിക്കുന്ന കാർഡ്സാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ആ വ്യക്തി സ്നേഹം ഒരുപാട് മനസ്സിൽ വെച്ചിട്ട് ആക്ഷൻ ഒന്നും എടുക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. വിചാരിച്ചിട്ടും ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ല, തമ്മിൽ കണ്ടിട്ടും സംസാരിക്കാൻ കഴിഞ്ഞില്ല, ആ ഒരു രീതി അങ്ങനെയാണ് അവിടെ കാണുന്നത്. 10 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ഒരു ഫാമിലിയുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. അവരതിനെക്കുറിച്ചും ബോധേഡാണ്, അതിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. റെസ്പോൺസിബിലിറ്റീസിൽ അതും പെടും. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അവിടെ വന്നിരുന്നു. 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ അവിടെ അവർക്ക് ഫാമിലിയെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ, ഫാമിലിക്ക് വേണ്ട ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റൂ, ഇപ്പോൾ ഫാമിലിക്ക് പൈസ കൊടുത്തേ പറ്റൂ. അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ അവർക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത് അവർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ലല്ലോ, അതങ്ങ് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ.
അതുകൊണ്ട് തന്നെ അവരതിനെക്കുറിച്ചും ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെയാണ് തടസ്സങ്ങൾ. ഓക്കെ, ആ തടസ്സങ്ങളെ പറ്റി അവർ ആലോചിച്ച് വളരെ വിഷമിക്കുന്നതായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ഞാൻ വരുമ്പോഴേക്കും ഇവർ എന്നെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. ഓക്കെ, വേൾഡ് വെച്ചിട്ട് ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ജോഗ്രാഫിക്കൽ ഡിസ്റ്റൻസ് നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെ ആയിട്ടായിരിക്കും നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങൾ തമ്മിലൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ട്രാവൽ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പരസ്പരം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. ഒരു പക്ഷേ നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ട്രാവൽ ചെയ്ത് പോവുകയോ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോവുകയോ എന്തെങ്കിലും അവിടെ ചെയ്ത് കാണും. ഓക്കെ, കൂടുതൽ തോട്ട്സ് നോക്കാം. Give me some more thoughts, Divine. Give me some more thoughts for file number 1. Give me some more thoughts for file number 1. തടസ്സങ്ങൾ അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കേട്ടോ. ചാരിയറ്റ്, ക്വീൻ ഓഫ് കപ്സ്, ഗുഡ്. നൈറ്റ് ഓഫ് വാൻഡ്സ്, വെരി ഗുഡ്. ദ ഫൂൾ, പേജ് ഓഫ് പെൻഡക്കിൾസ്, ഒരു കാർഡ് കൂടി. 8 of Pentacles, 2 കൂടെ എടുക്കാം അല്ലേ, 2 കാർഡ് കൂടെ എടുക്കാം. 5 of Pentacles, King of Wands. ഓക്കെ, ചാരിയറ്റ് വെച്ചിട്ട് അവർ ആലോചിക്കേണ്ട നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അതിനു വേണ്ടി അവർ ശ്രമിക്കണം എന്ന്. അതുകൊണ്ടാണ് ടെമ്പറൻസിൻ്റെ കാർഡിൻ്റെ കൂടെ ചാരിയറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു തീരുമാനം എത്രയും വേഗം എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് അവർ ചിന്തിക്കേണ്ടത്. കാരണം അവരുടെ ഇമോഷൻസ് അവർക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് ആയി കഴിഞ്ഞു. ഓക്കെ, ഭയങ്കരമായിട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. അവർ വിചാരിക്കേണ്ട ഇനി എത്രയും വേഗം ഈ ഒരു റിലേഷനിൽ ഒരു ബാലൻസ് എത്തിക്കണം, ഇല്ലെങ്കിൽ ഇവർക്ക് മനസ്സ് പൊട്ടിപ്പോവും. അത്രയും ഹൃദയം പൊട്ടിപ്പോകുന്ന അത്രയും ഫീലിങ്സ് ഇവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇമോഷൻസാണ്, ഫീലിങ്സ് എന്നുള്ളതിനേക്കാളും ഇമോഷൻസാണ് അവിടെ തോന്നുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് വാൻഡ്സ് വെച്ചിട്ട് എത്രയും വേഗം ഒരു സ്പീഡി ആക്ഷൻ എടുക്കണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, എത്രയും വേഗം എത്രയും സ്പീഡിൽ ഒരു ആക്ഷൻ എടുക്കണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സിറ്റുവേഷൻസ്, തടസ്സങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമല്ലോ. ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടു, പക്ഷെ ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവരിങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ട് ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ പ്രശ്നമാവും എന്നുള്ളൊരു ചിന്ത നല്ലപോലെ തന്നെ അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. ഓക്കെ, ഫൂൾ വെച്ചിട്ട് എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെ അവർ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അവർ കേട്ടോ. പേജ് ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് തീർച്ചയായിട്ടും വീണ്ടും ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഇവർ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ്, കോള് എല്ലാം ചെയ്യുന്നതിനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി മെസ്സേജ് വന്ന് കാണും. നിങ്ങൾ ഇത് വീഡിയോ കാണുന്ന സമയത്ത് തന്നെയോ അല്ലെങ്കിൽ അതിന് മുന്നെയോ ഒരു കമ്മ്യൂണിക്കേഷൻ വന്ന് കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കേട്ടോ. 8 ഓഫ് പെൻഡക്കിൾസ് വെച്ച് ജോലിയിലും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് പലർക്കും ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, അതിനെക്കുറിച്ചും അവർ ചിന്തിക്കണ്ടേ. കാരണം അതൊരു ഫാക്ടറാണല്ലോ അല്ലേ. കാരണം ഒരു വശത്ത് ഫാമിലി ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ്, അവർക്ക് സ്വയം സേവിങ്സും കാര്യങ്ങളും വേണം. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ പൈസ വേണം. അപ്പോൾ അതിനെക്കുറിച്ചും അവർ ബോധേഡാണ്, അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. 5 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് തന്നെയാണ് അവിടെ വീണ്ടും കാണുന്നത് കേട്ടോ. എല്ലാവർക്കും ആർക്കാ ജോലി പൈസയും പ്രധാനമല്ലാത്തത് അല്ലേ. അതിനെക്കുറിച്ച് അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവണം എന്ന് അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് വല്ലാതെ എന്നും കാണുന്നു. കിങ് ഓഫ് വാൻഡ്സ് വെച്ച് വല്ലാത്തൊരു ആകർഷണം അവർക്ക് നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. നിങ്ങളെ കാണാനും അതായത് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും വേണം. നിങ്ങളുടെ മുഖം കാണുന്നത്, നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നതൊക്കെ അവർക്ക് വളരെ സമാധാനവും സന്തോഷവും കൊടുക്കുന്ന ഒരു കാര്യമാണ്. അവരതൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ മുഖം അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് ഓവർവെൽംഡായിട്ട് ഫീൽ ചെയ്യുന്നു ഇന്ന് ഇത് പറഞ്ഞപ്പോൾ. എന്തായാലും നല്ല ചിന്തകളായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ.
അവരുടെ പ്രശ്നങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് തുറന്നു വെക്കുകയാണ്. ഓക്കെ, ഇന്ന പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ തരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പൈൽ നമ്പർ 2 പോവാം. മെസ്സേജസ്, ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് ലാസ്റ്റിൽ എടുക്കാം. ഈ പൈല് കഴിഞ്ഞവർ മെസ്സേജസിലേക്ക് പോയിക്കോളൂ കേട്ടോ. ഇനി പൈൽ 2 ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ മനസ്സിൽ ഈ സമയം എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയുള്ളത് എന്നൊന്ന് പറഞ്ഞു തരും. 6 of Pentacles, Devil, Emperor, Ace of Wands, 5 of Pentacles, okay, Ace of Swords, the Sun, 6 of Wands, 2 of Cups, good, 4 of Swords, the Fool, Queen of Cups, bottom of the deck, the Star. ദ സൺ കാർഡ് വരാത്ത ഒരു റീഡിങ്ങും നമുക്കില്ല അല്ലേ തോട്ട്സിൽ. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതായത് സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡെവിൾ വെച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഒബ്സസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ചിന്തകൾ നിർത്താൻ സാധിക്കാത്ത ഒരവസ്ഥ, തടസ്സങ്ങളെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഈ തടസ്സങ്ങൾ മറികടക്കണമെന്നും അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. എംപറർ വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സണാണ്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ എടുക്കാൻ ഇവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അവരതിനെക്കുറിച്ചും വളരെ ബോധേഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരു പക്ഷേ ഈ തടസ്സങ്ങളായിരിക്കും അവിടെ, ഈ കാര്യങ്ങളായിരിക്കും അവിടെ ഒരു തടസ്സമായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് ഇവർ വളരെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് വോൺസ് വെച്ച് എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർക്ക് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കാരണം എംപറർ വരുമ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റീസിൽ ഫൈനാൻസസും ഉൾപ്പെടുന്നു. ആർക്കൊക്കെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കരിയറിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ചേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് സോർട്സ് വെച്ച് അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവർക്ക് നേരത്തെ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഒരു ക്ലാരിറ്റി അവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദ സൺ വെച്ചിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് തടസ്സങ്ങൾ മാറി ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി തുടങ്ങിയത് എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് കിട്ടുന്നുണ്ട് അവിടെ. 6 ഓഫ് വോൺസ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് മുന്നേറാൻ അവരെ സഹായിച്ചത് ഒരു പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും കേട്ടോ. അവർ തളർന്ന് നിന്ന സമയത്ത് നിങ്ങൾ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും അവർക്ക് മറക്കാൻ സാധിക്കില്ല. അതൊക്കെ വളരെ സ്നേഹത്തോടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ സഹായങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സ്നേഹം, അതിനെക്കുറിച്ചൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 2 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നുള്ള ചിന്ത വളരെ തീവ്രമായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് അവരോട് എത്രത്തോളം സ്നേഹമുണ്ട്, അവർക്ക് തിരിച്ച് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നതിനെക്കുറിച്ച് അവർക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ എപ്പോൾ കാണാൻ സാധിക്കും, എപ്പോൾ സംസാരിക്കാൻ സാധിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ക്ലാരിഫൈ 4 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 4 ഓഫ് സോർട്സ്. 4 ഓഫ് സോർട്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. മജീഷ്യൻ. ഉറക്കമില്ലാതെ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുന്നതാണ് ഇവരുടെ പണി കേട്ടോ.
രാത്രി ഒന്നും ഉറക്കമില്ല, ഓവർ തിങ്കിങ് വളരെയധികം ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ആങ്സൈറ്റി എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ. കാരണം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. നിങ്ങളെ കാണണമെന്നുള്ള അതിതീവ്രമായ ആഗ്രഹം, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അവിടെ നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മാനിഫെസ്റ്റ് ആവണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയും കൂടി ഉണ്ട്. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് വെച്ചിട്ട് എന്തൊക്കെ റിസ്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും അതെല്ലാം ഫേസ് ചെയ്യാൻ ഇവർ തയ്യാറാണ്. ഇനി വെച്ച കാല് മുന്നോട്ട് തന്നെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഒരു തിരിച്ചു പോക്കില്ല, മുന്നോട്ട് തന്നെ പോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻ്റെ കാര്യത്തിലാണ് കേട്ടോ. റിലേഷൻ്റെ കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോകാമെന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒരു സ്നേഹവും ഭയങ്കരമായിട്ട് ഒരു മിസ്സിങ്ങും അങ്ങനെയൊക്കെ തോന്നില്ലേ, ഓവർവെൽമിങ് ആയിട്ട് അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു, ചിന്തിക്കുന്നുണ്ടായിരുന്നു. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. ഓക്കെ. അതേപോലെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആയാൽ, നിങ്ങൾ അവരുടെ ലൈഫിൽ കൂടെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയൊരു വിജയമാണ്, ഏറ്റവും വലിയ സന്തോഷമാണ്, അച്ചീവ്മെൻ്റ് ആണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. Give me some more cards, Divine. Give me some more cards. Give me some more cards. Page of Swords, Chariot, Empress, Ten of Pentacles താഴെ വീണായിരുന്നു, ഞാൻ അത് എടുക്കണ്ട. Ten of Pentacles, Wheel of Fortune. ഇത് കഴിഞ്ഞ ഇതിൻ്റെ നേരത്തെ പൈലിലും സിറ്റുവേഷൻ വന്നായിരുന്നു. Ten of Pentaclesൻ്റെ, Four of Pentacles, Lovers, Queen of Wands, Page of Cups. രണ്ട് ഗ്രൂപ്പുകാർക്കും തന്നെ മെസ്സേജ്, കോള് എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് സോർട്സ് വെച്ച് വീണ്ടും ഒരു ഓൺലൈൻ സ്റ്റോക്കിങ്ങിൻ്റെ എനർജി അവിടെ കാണുന്നു. നിങ്ങളിൽ നിന്നൊരു മെസ്സേജ്, കോളൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൾ, ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നതിനെ പറ്റി അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ നല്ലപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. ചാരിയറ്റ് വെച്ച് ഒരു ഉറച്ച തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാം, വളരെ സ്പീഡായിട്ട് എത്തണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് ആണ്, നിങ്ങളെ പ്രതി ഒരു ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ മുഴുവൻ സന്തോഷമാണ്. ആ സന്തോഷം അവർക്കെന്നും വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. ഒരു ഫാമിലിയുടെ പ്രസൻസ് അവിടെ കാണുന്നു. ഫാമിലി എന്ന് പറയുമ്പോൾ ഏത് തരം ഫാമിലി ആവാം അല്ലേ, ഞാൻ പറയാറുണ്ട്. പാരൻസ് ആയിരിക്കാം, സ്പൗസ് ആയിരിക്കാം. എന്തായാലും ആ ഫാമിലിക്ക് ഇവരുടെ ഒരു ഫൈനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. ഫൈനാൻഷ്യൽ സഹായം ഇവർ ആ ഫാമിലിക്ക് വേണ്ടി, സാമ്പത്തികമായിട്ട് ഒരു സഹായം ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് കേട്ടോ. അതൊരു തടസ്സമായിട്ടായിരിക്കാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. കാരണം 5 of Pentaclesൻ്റെ തൊട്ടടുത്താണ് 10 of Pentacles വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ചിലരുടെ കാര്യമായിരിക്കും, എല്ലാവർക്കും ആയിരിക്കില്ല. ഓക്കെ, ആർക്ക് റെസനേറ്റ് ആവുമോ അത് മാത്രം എടുക്കുക കേട്ടോ. പക്ഷേ ഈ സാഹചര്യം മാറി വരും എന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് ടേൺ ചെയ്ത് വരും എന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ ചിന്തിക്കില്ലേ. നിങ്ങളെ പ്രതി ഭയങ്കര മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ വേറെ ആരുടെങ്കിലും, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു പിക്ചർ ഇടുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും കൂടെ ഒരു ഫോട്ടോ ഇടുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചപ്പോൾ തമ്മിൽ ചാറ്റ് ചെയ്തപ്പോൾ മറ്റാരെങ്കിലും പറ്റി മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്ത് അതൊന്നും ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല.
ഭയങ്കര പൊസസീവായിട്ടും ജലസായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അസൂയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ലവേഴ്സ് വെച്ച് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്തത്, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടെയും പൊസസീവ്നെസ്സോടു കൂടിയാണ് നിങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചിരുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടൊരു പേഴ്സൺ ആണെന്ന് ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾ ഭയങ്കര എല്ലാവരെയും ആകർഷിക്കത്തക്ക ഒരു വ്യക്തിയാണ് എന്ന് ഇവർക്ക് തോന്നാറുണ്ട്. അതേ ആകർഷണം ഇവർക്കും ഉണ്ട്, പക്ഷെ നിങ്ങൾ അവരുടെ സ്വന്തമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ആകർഷണം അവർക്ക് മാത്രം മതി, വേറെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയാണ്, മനസ്സിലായില്ലേ? നിങ്ങൾ അവരുടെ മാത്രമാണ് എന്നുള്ളൊരു രീതിയാണ് അവിടെ അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സൗന്ദര്യം, അതെല്ലാം ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അത് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്ന് തന്നെ അവർ കുറച്ച് പൊസസീവായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പേജ് ഓഫ് കപ്സ് വെച്ച് വീണ്ടും ഒരു കോൾ, ഒരു മെസ്സേജ്, നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, ശബ്ദം കേൾക്കണം എന്നൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എനർജി തന്നെയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തോട്ട്സിലൊക്കെ എപ്പോഴും ഫീലിങ്സിലാവട്ടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസാണ് കണക്റ്റ് ആവാറുള്ളത്. ഓക്കെ, എത്ര പേരുടെ എനർജി കണക്റ്റ് ആയെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ റീഡിങ്. അപ്പോൾ ഞാൻ ഇനി ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസും കൂടെ നിങ്ങൾക്ക് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ കണ്ടവർ ഇനി മെസ്സേജസിലേക്ക് പോയിക്കോളൂ കേട്ടോ. ഫേവറേറ്റ് പാർട്ട്, ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള. ഇത് ഞാൻ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് എൻ്റെ പൂജ അവിടെ വെച്ചിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് എടുക്കും, കറക്റ്റായിട്ട് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. എടുക്കട്ടെ. ഇപ്പം കുറച്ച് കേട്ടോ, ഇത്ര മുഴുവനൊന്നും വായിക്കില്ല, കുറച്ച്. ഇത് എൻ്റെ ബോളിലുള്ള എല്ലാ മെസ്സേജസും തന്നെയുണ്ട്. കൂടുതൽ മെസ്സേജസ് ആഡ് ചെയ്യണം, നോക്കട്ടെ, സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. എടുക്കട്ടെ. നമസ്കാരം. ക്യാൻ വി ടോക്ക്? സംസാരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കണം. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് മീ. അവരെക്കുറിച്ച് വറി ചെയ്യേണ്ട, അവർ ഓക്കെ ആണ് എന്ന് പറയുകയാണ് കേട്ടോ. സഡൻ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കുറേ നാളായിട്ട് കോള് മെസ്സേജ് ഒന്നും വരാതിരിക്കുന്നവർക്ക് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു കോൾ, ഒരു മെസ്സേജൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. യു ആർ സോ മിസ്റ്റീരിയസ്. നിങ്ങളെ അവർക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അവർക്കൊരു പിടിയും കിട്ടുന്നില്ല. മാനിഫെസ്റ്റിംഗ് യു. നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യണം മജീഷ്യൻ്റെ എനർജിയിൽ കേട്ടോ. 222 റീയൂണിയൻ. 2 ഓഫ് കപ്സ് വന്നില്ലേ? ഐ മിസ് യു, അതും വന്നിരുന്നു നമ്മുടെ റീഡിങ്ങിൽ അല്ലേ. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്. ചുറ്റുമുള്ളവരെ സൂക്ഷിക്കുക കേട്ടോ. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളെ പറ്റി തന്നെയാണ് ഇവർ ഏത് നേരവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അക്വേറിയസ്, കുംഭരാശി. ഐ എം ബോതേർഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജ്. എംപററുടെ എനർജി വന്നിരുന്നില്ലേ. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ഇത് സ്പെസിഫിക് മെസ്സേജാണ്. നിങ്ങൾ പാടെ വിട്ടുപോയ നിങ്ങളുടെ ഒരു എക്സിൻ്റെ മെസ്സേജ് ആയിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവർ മാത്രം അത് എടുക്കുക. യു ഹാവ് ലൈറ്റ് ടു മീ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ്. ആ മൂവ് ഓൺ ചെയ്ത വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണത്. ഐ ജസ്റ്റ് കാൻ ലവ് എനി വൺ എനി മോർ. നിങ്ങളല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറയുന്നു. സർപ്രൈസ്. ചിലർക്കെങ്കിലും ഒരു സർപ്രൈസ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഡ്രീമിങ് ഓഫ് യു. അവരുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണ്. ഐ കെയർ അബൌട്ട് യു. നിങ്ങളെപ്പറ്റി അവർ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഡു യു ലവ് മീ? നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണോ? റെസ്പെക്റ്റ് യു ഇമ്മൻസ്ലി. സ്നേഹത്തോടൊപ്പം റെസ്പെക്റ്റും ഉണ്ട്. ക്വീൻ ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസിൻ്റെ എനർജി. വെൻ യു വാക്ക്ഡ് അവേ യു ലെഫ്റ്റ് മീ വിത്ത് ക്വസ്റ്റ്യൻസ്. നിങ്ങളാണ് അവരെ വിട്ടുപോയതെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ആൻസർ ഇതുവരെയും കിട്ടിയില്ല. ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ. നിങ്ങൾ ദൂരെ നിന്നും അവർ നോക്കുന്നുണ്ട്. ഫോളിങ് ഫോർ യു. അതൊരു ന്യൂ ലവ്, ഒരു പ്രപ്പോസലൊക്കെ വരുന്നതിൻ്റെ ആണ് കേട്ടോ. യു ഇലുമിനേറ്റ് മൈ വേൾഡ്, ബി മൈ ലൈറ്റ് ഓൾവേസ്. സണ്ണിൻ്റെ എനർജി കേട്ടോ. സ്കോർപിയോ, വൃശ്ചിക രാശി.
5 കാർഡോടെ എടുക്കുവേ. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. ഇതും നമ്മുടെ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ അവർക്ക് മറക്കാനൊന്നും സാധിക്കില്ല കേട്ടോ. യു ആർ ഡ്രൈവിങ് മീ ക്രേസി. നിങ്ങൾ അവരെ വട്ടുപിടിപ്പിക്കുന്നു. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ശരിയായ സമയത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാം കേട്ടോ. കണ്ണടച്ചിട്ടാണ് എടുക്കുന്നത്. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. ഇതും നമ്മളുടെ റീഡിങ്ങിൽ വന്നിരുന്നു. യു ആൻഡ് മീ ബാലൻസ്ഡ്, കണക്റ്റഡ് ഇൻ ഹാർമണി. ഒരു ബാലൻസിൽ എത്തണം റിലേഷൻഷിപ്പ് എന്ന് അവർ ആദ്യത്തെ ഇതിൽ പറഞ്ഞില്ലേ, ടെമ്പറൻസിൻ്റെ എനർജി അത് തന്നെയാണത്. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ? അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ? 2 കാർഡോടെ എടുത്തിട്ട് നിർത്താമേ. രണ്ടും വന്നു, ഇത് രണ്ടും തന്നെ എടുക്കാം. ഐ എം ലോയൽ ടു യു, ട്രസ്റ്റ് മീ. നിങ്ങളെ അവർ ചതിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നു കേട്ടോ. നമ്പേഴ്സ് 1, 10. ഈ 2 നമ്പേഴ്സും നിങ്ങളുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ഓക്കെ, ഒരെണ്ണം കൂടെ എടുത്തു തരാം. ഒരു ഫീലിംഗ്. മെസ്സേജ് മീ, കോൾ മീ. വീണ്ടും അത് തന്നെ അവർ പറയുന്നു. മെസ്സേജിൻ്റെയും കോളിൻ്റെയും എത്ര മെസ്സേജസ് നമുക്കിന്ന് വന്നു അല്ലേ. ചിലർക്കെങ്കിലും കോളോ മെസ്സേജോ ഒക്കെ വരാനുള്ള ഒരുപാട് സാധ്യത കാണുന്നുണ്ട് കേട്ടോ. പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഹൈപ്പം കൂടെ ഒന്ന് ചെയ്ത് തരണേ പറ്റുന്നവർ. അതേപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോണ്ടാക്റ്റ് ചെയ്തോളൂ. ഇതുപോലത്തെ പുതിയ റീഡിങ്ങുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.